ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും പള്ളിയിലൊക്കെ പോയോ? നീ ഞായറാഴ്ചയല്ലേ അല്ലേ? മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവിടെയൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഓർത്ത് ഇന്നൊരു പുഴുക്കുണ്ടാക്കുന്നത് കാണിക്കാൻ ഓർത്തു എൻ്റെ കൂട്ടുകാരെ. എപ്പോഴും ഇറച്ചിയും മീനും അതൊക്കെയല്ലേ വെക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റി എന്തായാലും വേണ്ടേ? അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് സാധാരണ എല്ലാവരും വാഴയ്ക്കൊക്കെ ഇട്ടാണ് വെക്കുന്നത്. ഇത് ഞാൻ കടലയും കപ്പയും കൂടി ഇട്ട് വേവിക്കുന്ന ഒരു പുഴുക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാം. അപ്പം അമ്മയൊക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാം. മമ്മിയുടെ കിടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കൊണ്ടുപോവാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാം. കടല ഞാൻ വേവിച്ച് വെച്ചു കേട്ടോ. ഇന്നലെ വെള്ളത്തിയിട്ട് കടല വേവിച്ചു. കപ്പയും വേവിച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മുറി തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു 3 ഏലക്ക, മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ജീരകം, പെരിഞ്ജീരകം. ഈ ഇഞ്ചിയൊക്കെ ഇടുന്നത് കപ്പയും കടലയൊക്കെ, അപ്പോൾ ഗ്യാസിൻ്റെ ഇതുണ്ട്. പിന്നെ മെയിൻ താരം കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട്, അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം. അപ്പോൾ ഇത് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടാവണേ. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വെച്ചുണ്ടാക്കി കഴിക്കണ്ടേ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ വാ, ഞാൻ പോയി ഒതുക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് ഈ അരയ്ക്കുന്ന കൂടെ നമ്മൾ ഒതുക്കിയെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം കേട്ടോ. നമ്മൾ കടലയും കപ്പയും വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടു, അപ്പോൾ ഈ അരപ്പിന് ഉപ്പുണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് ഇത് ഇടുവാണേ. അത്രയും മതി, ബാക്കി ഇതിലെല്ലാത്തിലും ഉണ്ടല്ലോ ഉപ്പ് കൂടും. അപ്പോൾ റെഡി. അപ്പോൾ എല്ലാം ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കപ്പയും കടലയൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കാം. ഇങ്ങനെ കുക്കറിനകത്ത് കടല ഇട്ടു, ഇനി കപ്പ ഇടാം നമുക്ക്. വലിയ കുക്കറിലിടണം. വലിയ കുക്കറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ കടലയും കൂടി ഇടുമ്പോൾ ആവില്ലല്ലോ. ഞാൻ വലിയ കുക്കർ ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാനിവിടെ ഈ വെഞ്ചാലാട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ കടലയും കൂടി ഇടാം. ഇനി കടല ഇട്ടോ. സ്പൂൺ കൊണ്ട് നമുക്ക് ഇറക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച ഒതുക്കി വെച്ച അരപ്പ് നമ്മൾ ലേശം മുളക് പൊടിയും കൂടി ഇട്ടോട്ടെ, കടല ഇട്ട കാരണമാണേ. കുറച്ച് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക. അപ്പം നമ്മൾ കടല പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ, അത് നമുക്ക് ഒഴിക്കണേ. കടല പുഴുങ്ങിയ വെള്ളം ഒഴിക്കുക കേട്ടോ. മസാലേൻ്റെ ഒക്കെ നല്ല മണവും സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പച്ചപ്പിന്നില, കരിവേപ്പില, നേരില്ലാത്ത പരിപാടിയുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു ആവിയൊക്കെ നന്നായിട്ട് ഒരു വിസിലടിക്കാം. നമുക്ക് ആവിയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ആവണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി നോക്കാം നമുക്ക് എന്തോന്ന്. വെള്ളമൊക്കെ പറ്റി നമുക്ക് കപ്പയിലൊക്കെ കോലിട്ട് നോക്കാം. നമുക്കിത് കുഴച്ചെടുക്കാം. കുഴക്കുന്ന കോല് ഇതാട്ടോ.
കപ്പയും കടലയും കൂടെ നല്ല ജോയിൻ്റ് ആവണം. ചിലർ കടലയൊക്കെ ഇടും. നമ്മളിന്ന് കടലയൊന്നും ഇട്ടില്ല, നല്ല ടേസ്റ്റിലാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. സാധാരണ വൈകുന്നേരമാണ് കൂട്ടുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെയാണ് വീട്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. കുറച്ച് മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്ക് കഴിക്കുന്ന കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ പുഴുക്ക് റെഡി നോക്കട്ടെ, കഴിച്ച് കാണിച്ചു തരാം. കടലയും കപ്പയും ചൂടാകാം. നല്ല അടിപൊളിയായിട്ടോ. വാഴയ്ക്കൊന്നും ഇടണ്ട, നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. ചൂടായാലും നല്ല ടേസ്റ്റ് ഇട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കടലയും കപ്പയും കൂടെ. സാധാരണ ഉണക്കക്കപ്പയൊക്കെ ഇടും, ഇത് പച്ചക്കപ്പയാണ് ഇട്ടിട്ടാക്കിയത് നമ്മൾ. കടലയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വിടണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.